ചില്ലജാലകവാതിലാണ്. അതിൻ്റെ തിരശീല മിനിറ്റുമ്പോൾ ഈ വള കിലുങ്ങരുത്, അതുപോലും അവൻ അറിയരുത്. തൊട്ടുമീട്ടോ വീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടണക്കുക തൊട്ടടുത്ത് നിൽപ്പുണ്ട്. കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരുമെന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സങ്കല്പിച്ചത് സ്നേഹമതിൽ പോലെയുള്ള ഒരു സംവിധാനം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അതെ കണ്ടോ പുതിയ ഇത് എനിക്കുള്ള പുതിയ അറിവ്. ഇതളനക്കമുണ്ട്, ഇതളനക്കത്തിന് അതൊരു അശ്ലീലമുണ്ട് കേട്ടോ. എന്ത് ഇതളനക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതരായി. അനുരാഗം എന്നുള്ളത് എപ്പോഴും പാസ്പോർട്ടാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഉദ്ദേശം വേറെ എപ്പോഴും അങ്ങനെയായിരിക്കും. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എസ്എൽസി എഴുതുന്നതൊക്കെ കഷ്ടമാണ്. പുസ്തകം ഇല്ലല്ലോ, സിലബസ് ഇല്ല, എന്തും കഷ്ടം അറിയാം. എവിടുന്ന് ആര് പറഞ്ഞു ചോദിക്കാൻ പറ്റുമത്? ഓടക്കുഴൽ ഞാൻ മേടിക്കും എന്നൊക്കെ പറയണം. ഗുരുവായൂരമ്പലം ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തത്വമസിയുടെ ഒരു ബേസിക്സ്. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്നെക്കൊണ്ട് നല്ല ജയിക്കുന്നതും എന്നെക്കൊണ്ട് അരുതാത്ത ജയിക്കുന്നത് നീ തന്നെ. തടക സുന്ദരിയായിരുന്നു, അതിമനോഹരിയായിരുന്നാണ്. രാമന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. അല്പമെങ്കിലും ഒരു പൗരുഷമുള്ള ഒരുത്തിനാണെങ്കിൽ ഒരു സൗന്ദര്യത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രണയത്തിൽ അഭിനന്ദനമുള്ള വ്യാകരണമില്ലാത്ത സ്നേഹമാണല്ലോ പ്രണയം. ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് ചോദിക്കുന്നത് ശരിക്കും കാറ്റിന്റെ പാട്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കഥാപാത്രം മായാവിയാണല്ലോ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633888575. വയലാർ ശരചന്ദ്രവർമ്മയാണ് നമുക്കൊപ്പോൾ. ശരതേട്ടാ നമസ്കാരം. നമസ്കാരം. എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാര എന്ന പാട്ട് കേൾക്കുന്ന സമയത്ത് ശരതേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വരികൾ ഒപ്പം ഞാനന്ന് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു ഞാൻ നിന്നുവെങ്കിലും നീ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മൂളുവാൻ കൈ താളമിട്ടൊന്നു പാടുവാൻ എന്തുമാത്രം ഇന്ന് ആഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ എന്ന് പാടുന്നുണ്ട്. അപ്പോൾ അവള് ഒരു കൺവെൻഷണൽ മുസ്ലിം പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ ഭാവനകളിൽ ഇത്ര തീവ്രമായ സ്വപ്നം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നത്. ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് വന്നത് എനിക്ക് തോന്നുന്നു ചില്ലുജാലകത്തിന് പകരം വന്നു. കാര്യം അതിന്റെ സിറ്റുവേഷൻ ആദ്യം ഇത് ഇവിടുത്തെ ക്യാമ്പസ് അല്ലായിരുന്നു, ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ക്യാമ്പസ്, ഒരു മോഡേൺ ക്യാമ്പസ് അതായിരുന്നു. അപ്പം അവിടെ നമ്മുടെ ഫ്ലാറ്റുകളുണ്ടല്ലോ, ഫ്ലാറ്റുകൾക്ക് ഇടയിലൂടെ റോഡ്, രണ്ടു വശം ഫ്ലാറ്റ്, മരങ്ങളൊക്കെ ആയിട്ട് പിടിപ്പിച്ച് ആ ഒരു അന്തരീക്ഷത്തിൽ ഈ നായകൻ എന്ന് പറയുന്ന ആൾ രാവിലെ മോർണിംഗ് വാക്കിന് വരുമ്പോൾ ഇവള് കാണുന്നതാണ്. അപ്പം അവൾ കാണുന്നത് കർട്ടനിടയിൽ കൂടെയാണ്. കർട്ടൻ അപ്പം ചില്ലജാലകവാതിലാണ്. അതിൻ്റെ തിരശീല മിനിറ്റുമ്പോൾ ഈ വള കിലുങ്ങരുത്, അതുപോലും അവൻ അറിയരുത്. അങ്ങനെയാണ് അതിൻ്റെ സാധനം വന്നത്. മെല്ലെ ഒന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ സ്വാഭാവികമായിട്ട് വരുമല്ലോ. മഞ്ഞണിഞ്ഞൊരു പാതയിൽ മനസ്സൊന്ന് ചെല്ലുമ്പോൾ നെഞ്ചിലൂടെ പറന്നുപോയി ഒരു പൂങ്കുയിൽ വെറുതെ, ഒരു ഇവളുടെ കേൾക്കാത്തൊരു ശബ്ദം എന്നാണ്. പക്ഷേ എങ്കിലും വള കിലിങ്ങുമെന്നൊരു ഭയം. അപ്പം അങ്ങനത്തെ ഇവളുടെ ഉള്ളിലെ വളരെ നിഗൂഢമായി വെച്ചിരിക്കുന്ന ആ പ്രണയം. പക്ഷെ അതിന് ശക്തി കുറച്ചുകൂടെ വന്നത് ഈ ക്യാമ്പസ് മാറി ഇവിടെ. ഇതിനകത്തോണ്ട് എത്ര സ്നേഹവസന്ത അണിഞ്ഞു എന്നാലും ഇന്നിതേവരെ ആയതില്ലൊരു ചെണ്ട് നൽകിയിടാൻ. എൻ്റെ കയ്യിൽ ഒത്തിരി വസന്തങ്ങൾ പോകുന്നു, പക്ഷെ ഒരു പൂ പോലും കൊടുക്കാൻ പറ്റാത്ത അവളുടെ ഒരു, അത് കുറച്ചുകൂടെ പരിഷ്കാരം ഉണ്ടായ ഒരു ക്യാമ്പസിൻ്റെ രീതിയായിരുന്നു. നല്ലൊരു പാട്. നമുക്കത് മാറിയപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് വന്നു. നമ്മുടെ ക്യാമ്പസ് എന്നുള്ളത് 90കളിൽ അല്ലെങ്കിൽ 80കളിലെ കാലഘട്ടത്തിലെ ക്യാമ്പസിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ഒരു അന്തരീക്ഷം ഞാൻ പഠിച്ചതൊക്കെ ആ ഒരു മട്ട. അതിനകത്ത് സുഖാരൻ എന്നുള്ളതല്ല, ഇപ്പോൾ രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറൊക്കെ ഞാനൊക്കെ ഒരു എസ്എഫ്ഐക്കാരനായിരുന്നു പഠിക്കുമ്പം. ഞാൻ മനസ്സിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ വേറെ രീതിയിലായി. അപ്പോൾ ലാൽ ജോസാണ് ഇതിൻ്റെ കാര്യത്തെല്ലാം പറഞ്ഞതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നയാൾ. സംവിധായകൻ എത്രത്തോളം പാട്ടിനോട് താല്പര്യമുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ മനസ്സിലെ തിരമാല അതുപോലെ ഉയരും. അങ്ങനെ ഇത് പറഞ്ഞു വളരെ ഒരു സാധനവും അസഭ്യം വരരുത്, രണ്ട് കണ്ണേ ഉള്ളൂ പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ, ബാക്കി എല്ലാം മറച്ചിരിക്കുകയാണ്, മറ്റൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ രണ്ട് കണ്ണിലൂടെ വരുന്ന പ്രണയത്തിൻ്റെ ചൂട് ഉള്ളിലെ ഗംഭീരമായി പിന്നെ ഇളകി മറിയുന്ന, എന്നാൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു തിരമാല പോലും ഉയർത്താൻ പറ്റാത്ത
ഒരു അന്തരീക്ഷത്തിൽ ഇതിലൂടെ എങ്ങനെ പറയാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അതൊരു വലിയ പിന്നെ അത് നല്ല രീതിയിലാണ്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ ആയിരിക്കും, നമ്മളുടെ പോലെയല്ല. ഇവരെ പലപ്പോഴും പറയാം ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ കാണിച്ചിരുന്നല്ലോ, ഇതൊക്കെ ഭാര്യയും പറയും. അപ്പം നമുക്കത് പിടികിട്ടില്ല, ഇവരെന്താണ് ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ പേരുള്ള അവരോടൊക്കെ ചോദിക്കും. അന്നേരമാണ് ഉള്ളിലെ തീവ്രത നമുക്ക് കിട്ടിയത്. ചില ശബ്ദങ്ങൾ അതൊക്കെ ചില സൂചനകളാണ്. അപ്പം എന്തുമാത്രമൻ കാൽച്ചിലങ്കകൾ മെല്ലെ കൊഞ്ചിയെന്നോ, ഞാൻ കേൾക്കട്ടെ, കുറേ കൊഞ്ചൽ കഴിഞ്ഞൂടെ. അപ്പം അതൊക്കെ അതാണ് വീട്ടുവാനുള്ള തന്ത്രികൾ. പൊട്ടാൻ നിൽക്കുക, തൊട്ടടുത്ത് നിൽപ്പുണ്ട്, പക്ഷേ നീ തൊടുന്നില്ല. നിൻ്റെ എല്ലാ ആളിൽ നിന്ന് പോകണം, കൈത്താളം വിട്ടൊന്ന് പാടണം, അതിനു വേണ്ടിയാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ അപ്പം ആ രണ്ട് കണ്ണിലൂടെ വരുന്ന പ്രണയം എത്രമാത്രം തീക്ഷണമാകണം. എന്നാൽ അതിനകത്തിൻ്റെ അവളുടെ ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ, അവളുടെ ഒരു പശ്ചാത്തലം, അതിന് ഇത് വരരുത്. അപ്പോൾ അതിനകത്ത് ആദ്യം എഴുതി ഹൽവ എന്നുള്ളൊരു വാക്കായിരുന്നു, എൻ്റെ ഹൽവയിലെ ഹൽവ. കാര്യം മറ്റേ ക്യാമ്പസിലായിരുന്നു. കൽബും ഹൽവയും തമ്മിലൊരു റൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാട്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഒരു വാക്കൊക്കെ മാറ്റികളോ, അത് നമുക്ക് വേണ്ട. കാര്യം ഇതിൻ്റെ ആ ഒരു രീതിയിൽ പറയാനുള്ളൊരു പറ്റുന്ന കഥാപാത്രമല്ല റസിയ. അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ അകത്ത് കയറി പലരോടും ചോദിച്ച് അവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പക്ഷെ ഇവക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവർ മുടി പോലും ഇങ്ങനെ അടിച്ച് കാണിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലും പറ്റാത്തൊരു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്ര ഒന്നും വേണ്ട. അത് അവളാകുന്ന മുല്ലമൊട്ടാണോ, അവളെ തന്നെ മുല്ലമൊട്ടായിട്ട്? അല്ല, അത് അവളിൽ വിരിഞ്ഞത്. അത് എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. എൻ്റെ പ്രണയത്തിൻ്റെ മുല്ലപ്പൂവിനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് മൊട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുക. വിരിയാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അതിനകത്ത് തേനുണ്ട്. അത് വേറെ ആളതിനകത്ത് മറ്റൊരു രീതി കണ്ടുപിടിച്ചു. ആ സ്റ്റൈലിൽ കണ്ടുപിടിച്ചവരുണ്ട്. അത് അന്നേരം എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ അത്രയും കുശാഗ്രബുദ്ധിയുള്ളവരല്ല. കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് എഴുതി പറഞ്ഞൊരു സംഭവവും ഇല്ലായിരുന്നു. കാര്യം അങ്ങനെ പാടില്ല എന്നാണ് ഈ പാട്ട് പറയുന്നത്. അങ്ങനെ യാതൊരുവിധ പിന്നെ പ്രകടനം അല്ലെങ്കിൽ വഴിതെറ്റിയ വർത്തമാനം പോലും ആ പാട്ടിൽ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയെന്ന് വെച്ചാൽ ഈ തട്ടം എന്ന് പറയുന്നത് ഇവിടം വരെ നീളുന്ന ഒരു വസ്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൽബല്ലേ തന്നെ അതിനകത്തായില്ല. അവിടെ ഉദിക്കുന്ന നിലാവാ നീ. ഇപ്പം നിലാവും മുല്ലപ്പൂവും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അതെ, അത് മൗനത്തിൻ്റെയാണ്. നീ എത്ര ഉയർന്നു നിൽക്കുമ്പോഴും തെളിഞ്ഞു നിൽക്കുമ്പോഴും നിന്നെ അടുത്ത് വരാൻ പോലും പറ്റാത്ത, ഒന്ന് വിരിയാൻ പോലും പറ്റാതെ നിൽക്കുന്നൊരു മുല്ലമോട്ടാണ്. പാവം ഞങ്ങളെ ശരത്തേട്ടൻ തെറ്റിദ്ധരിപ്പിച്ചു. അല്ല, അത് എനിക്ക് നല്ല പാഠമായി. കാര്യം അതാണല്ലോ എൻ്റെ ഗുണം. നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഈ രണ്ടാമതൊരാൾ നമ്മളോട് ചർച്ചയ്ക്ക് വരുമ്പോൾ നമുക്ക് തുറന്നു കിട്ടുന്ന വേറൊരു വഴിയാണ്. അത് വലിയൊരു കാര്യം. പിന്നെ അതാണല്ലോ നമ്മൾ നാക്ക് തുറന്ന് വർത്താനം പറയുന്നത്. വിഡ്ഢിത്തരം പറഞ്ഞാൽ ഞാൻ വിഡ്ഢിത്തരം പറയുന്നവനാണ്. വിഡ്ഢിത്തരം പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാര്യം വിഡ്ഢിത്തരം പറഞ്ഞാൽ ശരി അറിയുന്ന ഒരാൾ തിരുത്തി തരും. അങ്ങനെയല്ല ശരത്ത്, ഇങ്ങനെയാണ്. അപ്പം ആ സത്യം കിട്ടണമെങ്കിൽ നമ്മൾ തുറക്കണം. അതിൽ ഈ ചില്ലുജാലക വാതിൽ തിരശീല ഞൊറിയുമ്പോൾ മെല്ലെ ഒന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, കൈവളകൾ അറിയാതെ കിലുങ്ങി എന്ന് പറയുമ്പോൾ അത് അറിയാതെ പറഞ്ഞാൽ ഇവളറിയാണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അവളറിയാതെ ഇതിങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ ഒച്ച പോലും കേൾക്കരുത്. അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്ത. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ല. ഈ ചില ഏത് കൊലപാതകത്തിനും ഒരു ലൂപ്പ് ഉള്ളോ എന്ന് പറഞ്ഞ പോലെ ഇത് കിലുങ്ങരുത്. വളകൾ കിലുങ്ങിയത് വളകൾ അറിയാണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് വള കിലുങ്ങിയപ്പോൾ ഞാനാണ് അറിഞ്ഞില്ല. അത് കിലുങ്ങാൻ പാടില്ലായിരുന്നു. കിലുങ്ങിപ്പോയി. അതേപോലെ കാറ്റാടി തണലും തണലത്തര മതിലില്ലാ മനസ്സുകളുടെ പ്രണയ കുളിരും എന്ന് പറയുമ്പോൾ തണലത്ത് അരമതില് അത് ഒരു അക്സെപ്റ്റൻസ് ആണ്. മതിലുകൾ വന്നു തുടങ്ങി എന്നുള്ള അക്സെപ്റ്റൻസ് ഒന്നതല്ല. ഇപ്പം എല്ലാ ക്യാമ്പസിലും സംഭവം മിക്കവാറും അരമതിലുകളുണ്ട്. ചില ഇപ്പം ക്യാൻറ്റീനും അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ച യുവാനസിൽ മെയിൻ കോളേജിൻ്റെ മിറ്റവും സ്ത്രീകളുടെ റെസ്റ്റോറൻറ്റും തമ്മിൽ ചെറിയ മതിലുണ്ട്. വലിയ പൊക്കൊന്നുമില്ല, ഒരു ചുമ്മാ ഒരു അതിരിതിരിക്കുന്ന രീതിയിൽ. ഈ വാസ്തുക്കാരൊക്കെ പറയത്തില്ല ഇത്രയും പൊക്കത്തിൻ്റെ മതിലുകൾ. അപ്പം അങ്ങനെയുള്ള അരമതിലുകളുണ്ട് പല സ്ഥലം. ചിലടത്ത് മരത്തിന് ചുറ്റും തറകളായിരിക്കും. ഈ അരമതിലൊരു ഇരിക്കുന്ന സ്ഥലം മിക്കവാറും ഇവരെ. അപ്പോൾ അതുണ്ട്. കാറ്റാടി ക്യാമ്പസിൻ്റെ ഒരു ആൽമരമാണ്. ഞാനത് എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. കോളേജ് യൂണിയൻ ഇലക്ഷന് അന്ന് 2 യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി ഇല്ല. കോഴിക്കോടും കേരളമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലേഴ്സിനെ കാണാനായിട്ട് വോട്ട് പിടിക്കാൻ എല്ലാ കോളേജിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ മിക്കവാറും കോളേജിൽ
ഈ അമ്പലത്തിൽ അരയാലെന്ന് പറഞ്ഞ പോലെ ഒരു കാറ്റാടിയെങ്കിലും കാണും. അപ്പം അത് ക്യാമ്പസിൻ്റെ ഒരു മരമായിട്ട് അങ്ങ് ദത്തെടുത്തിയാണ് കേട്ടോ. അത് തന്നെയാണ്. അപ്പം അങ്ങനെ ആ കാറ്റാടി തണലും അതിൻ്റെ തണലത്തൊരു ഇത് കാണിച്ചു. എന്തെങ്കിലും ഈ CMS-ലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കെട്ടുകൾ. അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ മതിലുണ്ടെങ്കിൽ കൂടിയും ഇവർക്ക് മതിലില്ല. അതൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ കണ്ടിട്ടുള്ള ചില വിക്രികളാണ്. ഞാൻ യഥാർത്ഥത്തിൽ സങ്കല്പിച്ചത് സ്നേഹമതിൽ പോലെയുള്ളൊരു സംവിധാനം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അതെ കണ്ടോ പുതിയ ഇത് എനിക്കുള്ള പുതിയ അറിവ്. അപ്പം ഞാൻ വിചാരിച്ചു മതിലുണ്ട്, പക്ഷെ അതൊരു സ്നേഹമതിൽ പോലെയാ. അതിനുള്ളിൽ നിന്നും നമുക്ക് ഈ പ്രണയക്കുളിര് കിട്ടുന്ന രീതിയിലുള്ള മതിലുകളെ ഉള്ളൂ. അത് മറികടക്കാൻ ഈ പറയുന്ന പ്രണയത്തിന്റെ കുളിരിന് കഴിയും എന്നുള്ളൊരു അർത്ഥവും കൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മതിലിനെയൊക്കെ മറികടക്കാൻ പിന്നെ അല്ലേ അതെ അവിടെ മതിലേ ഇല്ലല്ലോ. അതെ പ്രണയത്തിന് കഴിയും. പ്രണയത്തിന് പിന്നെ അയ്യോ അത് വല്ലാത്തൊരു അതും ഈ പറഞ്ഞ പോലെയാ. നമുക്ക് അധികം എഴുതിയ പാട്ട് ഇതല്ല ശരിക്കും. വേറൊരു പാട്ടുണ്ടായിരുന്നു. അത് പിന്നെ കാസറ്റിലേക്ക് വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എത്ര കാലം നാം ദൂരെ എന്നാലും മായുമോ നീ സൗഹൃദത്തിൻ വാസന പോയി. അതായിരുന്നു തുടക്കം. പക്ഷെ അത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ബഹളപ്പാട്ടായിരുന്നു. ഫാസ്റ്റ് കുറച്ചുകൂടെ ഫാസ്റ്റാണ്. അത് വേണ്ട. ഈ ഒരു പടത്തിന് ഇങ്ങനെ സാധനം മതി എന്നുള്ള. ചിലതൊക്കെ അങ്ങനെയാണല്ലോ. ചിലത് ജനിക്കാനായിട്ട് താമസിക്കുമെങ്കിലും ആ ജനിക്കണത് ഗരുഡൻ ജനിച്ച പോലെ അതൊരു നിമിത്തമാണ്. നമ്മളൊക്കെ അതിനകത്ത് ഇത് ആർക്കും ചെയ്യാം. ഇത് പക്ഷേ എനിക്കത് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു പുണ്യം. ഇപ്പോൾ അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഒരു തിടുക്കം. പക്ഷേ അത് ശരിക്കും ആ സിനിമയായിട്ട് അത്ര ഇൻകോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആശയമാണ്. കാരണം അവൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തരുമ്പോഴും അത് തന്നെയായിരുന്നു. ആ ഒരു പടിയായിരുന്നു പ്രശ്നം. ഒരു മൂന്നാമത്തെ പടി ഇളക്കമുള്ളതാണ്. അതുകൊണ്ട് ആ നിശബ്ദമായ സമയത്ത് കയറാനും പറ്റില്ല, ഇറങ്ങാനും പറ്റില്ല. കാര്യം അവൻ ശബ്ദം ഉണ്ടാകും. അപ്പോൾ പക്ഷേ ഇവനിറങ്ങിയേ മതിയേ ഉള്ളൂ. പെണ്ണിന് ഇതളനക്കവും ഉണ്ട്. ഇതളനക്കത്തിന് അതൊരു അശ്ലീലമുണ്ട് കേട്ടോ. അറിയാതെ എന്ത് ഇതളനക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി. അനുരാഗം എന്നുള്ളത് എപ്പോഴും പാസ്പോർട്ടാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഉദ്ദേശം വേറെ എപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണല്ലോ ശാരീരിക ആകർഷണം എന്ന് പറയുന്നത്, പരസ്പരം ആകർഷിക്കപ്പെടുന്നത് ശാരീരിക ഇതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രസക്തി തീരുമല്ലോ. അപ്പോഴാണ് പ്രണയത്തിൻ്റെ നിലനിൽപ്പ്. അവിടെ ആ പ്രസക്തി തീർന്നു കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്ന യഥാർത്ഥ പ്രണയമല്ല. അപ്പം ഇതതുപോലെ അത് ശരിക്കും ആഗ്രഹം തന്നെയായിരുന്നു. അവനത്രയേ ഉള്ളൂ ആഗ്രഹം ആ കഥാപാത്രത്തിന്. അത് തിടുക്കം താഴോട്ട് വരിക എന്നുള്ളത്. ഇവക്കാണെങ്കിൽ ഒന്നും വയ്യല്ലോ. അറിയാതെ അനുരാഗ വിലോചന അതിലേറെ മോഹന പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ. ഇവിടെ മുകളിലേക്ക് വിളിച്ചിട്ട് കയറാനും പ്രയാസം. കാര്യം തൊട്ടപ്പുറത്ത് മുത്തശ്ശി കിടക്കുക. ഒരനക്കവും ഇവനെ ഇറങ്ങാനേ പിന്നെ മാർഗമുള്ളൂ. അതാണല്ലോ അത്. അപ്പം അത് അവസരം കഴിച്ച് അങ്ങനെ പിന്നെ 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ എന്തേ ഇതളനക്കം പൊതുമിനുക്കം ചെറുമയക്കം ആലസ്യം ഉണ്ടാവുമല്ലോ. അതുമൊക്കെ ഈ പറഞ്ഞ പോലെ പെൺ സുഹൃത്തുക്കൾ എന്നൊക്കെ ഞാൻ വാരിക്കോരി എടുത്ത ഫീലാണ്. അതൊരു ഇറോട്ടിക് എലമെന്റ് ഉണ്ട്, കുറച്ചുണ്ട്. കാരണം കഥാപാത്രം കുറച്ച് അവനാ ധൃതിക്കാരനാണല്ലോ. അവന് വേറെ ഒരു ഉദ്ദേശമില്ല, ഇവിടെ കിട്ടണമെന്ന് നോക്കില്ല ആ കഥാപാത്രത്തിന്. അത് പിന്നെ അത് കാത്തിരിപ്പവും വിങ്ങലല്ലേ കാലമിന്നോ മൗനമല്ലേ മൗനം തീരില്ലേ എന്നുള്ള ചില വെപ്രാളമാണ്. പിന്നെ അതങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൗമാരത്തിലൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഈ കാണണം എന്നുള്ള വിചാരവും അടുത്തിരിക്കും എന്നുള്ള വിചാരമൊക്കെ ആ പ്രായത്തിലൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇന്നതിപ്പോൾ എത്ര മാത്രം അതിനകത്ത് ചൂടുണ്ട് ജ്വാലയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലൊക്കെ വളരെ ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൈസൽസ് എഴുതുന്നതൊക്കെ കഷ്ടമാണ്. കാര്യം പുസ്തകം ഇല്ലല്ലോ, സിലബസ് ഇല്ല, എന്തും കഷ്ടം അറിയാം. എവിടുന്ന് ആര് പറഞ്ഞു ചോദിക്കാൻ പറ്റുമത്? അങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്. കാര്യം ആ കാലത്ത് നമ്മൾ ഒട്ടും ചോദിക്കില്ല. കാര്യം അന്നൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഇരുന്ന് ഇവിടെ പെൺകുട്ടികൾ ഇവിടെ ആൺകുട്ടികൾ അങ്ങനെയല്ലേ വർത്തമാനം പറഞ്ഞാൽ കൊണ്ടേ ഇരുത്തുന്നത് പെൺകുട്ടികൾ നടക്കുക. നമുക്ക് എന്തുകൊണ്ടോ ഇത് ഇത്രയും വലിയ ജയിലില്ലെന്ന് തോന്നും. അന്നങ്ങ് പരീക്ഷയ്ക്ക് കോപ്പടിക്കണമെങ്കിൽ പിടിച്ച് 2 പെണ്ണുങ്ങൾ നടക്കുന്നത്. ഇനി കൊല്ലം നടക്കും. ഇന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാലമായി. അല്ല ഇത് അന്നത്തെ കാലത്തിൻ്റെ അവസ്ഥ പറയാം. ഇപ്പം അതും ഇത് തന്നെയായിരുന്നു എല്ലാം ഇത് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇത് ഒരിക്കലും എങ്ങും ആവില്ല എന്നുള്ളൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. രാക്കടമ്പൻ ഗന്ധമോടെ അങ്ങനെയാണല്ലോ. വീണ്ടും ചേരില്ല എന്നുള്ള കൊതി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആഗ്രഹത്തിന് എന്തും ആകാമല്ലോ, ആരും അറിയാണ്ട് നമുക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കാം. പക്ഷെ
അതിനകത്ത് ഇവക്ക് അത് അത്രയും ഉണ്ടോയെന്ന് അറിയില്ല, ഇവള് പാവല്ലേ സാധുവല്ലേ, പക്ഷേ ഇവനതല്ല, ഇവന് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് ചോദിക്കുന്നത് ശരിക്കും കാറ്റിന്റെ പാട്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ ഈ കഥാപാത്രം കഥാപാത്രം ഇത് എന്ന് പറഞ്ഞാൽ മായാവിയാണല്ലോ, മായാവിനെ കാണില്ല. എന്നാൽ നമ്മുടെ കാറ്റിനെ പോലെ അങ്ങനെയാണല്ലോ പറയുന്നത്. അതെ അതെ, ഇവന്റെ പ്രസൻസ് എല്ലാം ഫീൽ ചെയ്യിക്കുന്നതും ഒക്കെ ആ കാറ്റിന്റെ ഒരു രീതിയിലാണ്. അപ്പം അതിനകത്ത് അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. ഒരുപക്ഷെ ഷാഫിയത് വളരെ ഷാഫിയതൊക്കെ വന്നു, അദ്ദേഹം മരിച്ചു എന്നുള്ളത് സങ്കടം മാറില്ല. കാര്യം ഞാൻ പലതവണ എഴുതി കൊടുത്തു ഷാഫിക്കത്, വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ മിനിക്കുകയോ എല്ലാം എടുത്തിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് അതിങ്ങനെ എടുത്ത് അവസാനം ചരണം വരുന്ന സിനിമയിലില്ല. കാര്യം ആ ചരണം കൂടെ വന്നെങ്കിലേ അപ്പം അത് പൂർണ്ണത. കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ, മായക്കാരെന്താ മായാവിയുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ. അവസാനം അറിയുന്ന അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ കൊഞ്ചിക്കുന്നില്ലേ, എന്താണ് അതൊന്നും അറിയില്ല, ആദ്യം ആരാന്നറിയില്ല, ഒന്നും അറിയില്ല. അവസാനമാണ് ലാസ്റ്റ് ലൈൻ അതാ. ഷൂട്ട് ചെയ്തപ്പം അത് വേണം, അത്രയും ലെങ്തി ആ പാട്ട് വേണോ എന്നൊരു സംശയമൊക്കെ ബൊമ്മക്ക് ഉൾപ്പെടെ. കാര്യം എൻ്റെ ക്ലൈമാക്സിൽ അടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഒരു പേസിലൊരു പാട്ട് എങ്ങനെ അതിൻ്റെ സിനിമയുടെ ടെമ്പോയെ ബാധിക്കുമോ എന്നുണ്ടായിട്ട് സംശയമുണ്ടായിരുന്നു. ഷാഫി കണ്ണവനും അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഷാഫി അത് എന്തായാലും ചെയ്യാം, ഞാൻ ഈ പാട്ട് ഇഷ്ടപ്പെട്ടു പോയി, ഇനി അഥവാ കട്ട് ചെയ്ത് ഞാനൊരു കാര്യം എൻ്റെ ചിലവിൽ ഞാനത് ചിത്രീകരിച്ചോളാം, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ പൈസ കളയണ്ട എന്നുള്ള ഷാഫിയുടെ റിസ്കിലത് എടുത്തേണ്ട. പക്ഷെ അത് പിന്നീട് എല്ലാവരും തന്നെ പറഞ്ഞത് അതൊരു പിന്നെ അധികപ്പറ്റോ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ ടെമ്പോയോ ബാധിക്കുന്ന രീതിയിലായിരുന്നില്ല, അതിന് വേറൊരു തലം ഉണ്ടായിരുന്നു. പാട്ടും നല്ലതായിരുന്നു, മഞ്ചരിയും അതേപോലെ ശാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്നത് ശരിക്കും ഷഹബാസമൻ്റെ വോയിസ്, അതും ഇഷ്ടമല്ലേയും ഷഹബാസാണ് പാടിയത്. ആ മനുഷ്യൻ്റെ വോയിസിൽ ആ പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോഴും ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടാണ്. ഒരുപക്ഷെ ഷഹബാസ് അല്ലാതെ വേറൊരാൾ പാടിയാൽ നമ്മൾ ആ പാട്ട് ഇതാദ്യം ചാന്തുപോട്ടല്ലായിരുന്നു പടം, അതറിയാമല്ലോ, അത്ഭുത വിളക്ക് എന്നായിരുന്നു ഈ പടത്തിൻ്റെ പേര്. സുനാമിക്ക് മുമ്പ് ഒരു അമേരിക്ക എന്നുള്ള പ്രൊഡ്യൂസറായിരുന്നു, എൻ്റെ ഒരാളായിരുന്നു പ്രൊഡ്യൂസർ. അദ്ദേഹം വന്ന് എടുക്കാൻ നമ്മളെല്ലാം എല്ലാം നോക്കിയിരുന്നപ്പോഴാണ് ഈ സുനാമി വരുന്നത്. സുനാമി വന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയി. ഇത് പ്രോജക്റ്റ് കാര്യം കടൽ തീരെ ഇല്ല, കടൽ തീരെ മുഴുവൻ തിര കവർന്നല്ലോ. പിന്നെ ഇപ്പോൾ ഇതിനൊരു ഈ പ്രോജക്റ്റിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നറിഞ്ഞ് അങ്ങനെ മടങ്ങിപ്പോയത്. പിന്നീടാണ് ലാലേട്ടൻ സിദ്ദീഖ് ലാലേട്ടൻ പ്രൊഡ്യൂസറാകുന്നതും ആ ചാന്ത് പൊട്ടെന്നുള്ള പേര് വരുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ് നമ്മൾ എഴുതി കഴിഞ്ഞു, ഇത് എഴുതി ട്യൂൺ ചെയ്തതാണ്. അതിനകത്ത് 3 പാട്ടും എഴുതി ട്യൂൺ ചെയ്ത് ഗോവൻ സോങ് മാത്രമേ ഉള്ളൂ നമ്മൾ ഫുള്ളായിട്ട് ട്യൂൺ തന്നിട്ട് എഴുതി ചെയ്തെങ്കിലും അതിനകത്ത് ചില മാറ്റങ്ങൾ വിദ്യാസാഗർ സാർ വരുത്തി. ചില ഒരേ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു പാറ്റേൺ വരുമല്ലോ, അതിൽ നിന്ന് മാറ്റിയിട്ട് സംഗീതത്തിൻ്റെ കുറേ എലമെൻറ്റ് കൂടെ ചേർത്ത് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ചില സാധനങ്ങൾ അഡീഷൻ കൊണ്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞു. ഞങ്ങൾ രാത്രിയിൽ പിറ്റേ ദിവസം റെക്കോർഡിങ്. അപ്പം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പാടിക്കഴിഞ്ഞ് എനിക്ക് ഈ ചില ആൾക്കാരുടെ എനിക്കറിയില്ല അവരുടെയൊക്കെ എല്ലാവരിലും ഉണ്ടാകും കേട്ടോ, എനിക്ക് നമുക്കിപ്പോൾ അനുഭവം പരിചയമുള്ളതുകൊണ്ടാണ്. രാത്രിയായപ്പോൾ വെറുതെ ഒരു ഫോണെടുത്ത് കോഴിക്കോടേക്ക് വിളിക്കുക, ചെന്നൈയിൽ നിന്ന്, ഷഹബാസാണോ, പ്ലെയിൻ കയറിക്കോ, നാളെ ഒരു പാട്ടുണ്ട്. ഏതോ സമയത്ത് എപ്പോഴോ ഒരു ഗസലോ എന്തോ കോഴിക്കോട് വെച്ചിട്ട് ഷഹബാസിൻ്റെ പാട്ട് കേട്ട ഓർമ്മയാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഓർത്തിരുന്ന് രാവിലെ ഷഹബാസ് എത്തി. അപ്പം നമ്മൾ സൂര്യൻ ചാന്ത് കുടഞ്ഞൊരു മാനത്ത് എന്നൊരു നാണം പൊട്ട് തൊടുന്നൊരു തീരത്ത്. അപ്പം ലാലേട്ടന് ഈ ലിറിക്കൽ സെൻസ് എൻ്റെ ഒരു അനുഭവത്തിൽ നന്നായിട്ടുണ്ട്, എടുത്ത് നോക്കിയിട്ട്. അതൊക്കെ ചിലപ്പോൾ ചിലക്കൊക്കെ വേണ്ടി പാട്ട് എഴുതാനുള്ളൊരു കൊതി അവിടെയാണ്. ഈ ഭാഷ ഇങ്ങനെ കടവാനിൽ ലാളിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് എന്ത് വിട്ടുവീഴ്ചയും എന്ന് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും. അതെനിക്ക് ചിലപ്പോൾ മറുവശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭാഷ എന്താണെന്നറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി തിരുത്തേണ്ടി വരുന്ന ഗതികേടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ രാവിലെ വന്നു, 10 മണിക്ക് റെക്കോർഡിങ് വന്നു കഴിഞ്ഞിട്ട് ചരിത്ര നോക്കേ ഈ സൂര്യനെയും ചാന്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമ്മുടെ പടമായിട്ട് ചേരുന്ന വാപ്പ് ടൈറ്റായിട്ട് വരും. അങ്ങനെയാണ് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ അതിനകത്ത് പൊട്ട് തൊടുന്നത്. അത് ലാലേട്ടൻ്റെ തരത്തില്ല. അല്ല പിന്നെ അത് ഞാൻ പറയാം, അത് നമുക്കത് എനിക്ക് മൈലേജ് കിട്ടിയല്ലോ. അപ്പോൾ മറ്റേതായാലും ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ ആ പാട്ടും സിനിമയുടെ പേരും ഈ പാട്ടുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഒരു സഹായം വന്നപ്പോൾ
അത് കൂടുതൽ പേര് അത് അന്വേഷിക്കാനും കാരണം ഷവാസിൻ്റെ ശബ്ദം ഒന്ന്, പിന്നെ അതിനകത്ത് അതീ പറഞ്ഞ പോലെ വളരെ 4-4.5 മണിക്കൂർ എടുത്തു ആ സിറ്റുവേഷൻ പറഞ്ഞു തരാൻ. ഒരു കാരണവശാലും ഇവൻ പുരുഷനാവരുത്, പൗരുഷത്തിൻ്റെ ഒരു എലമെൻറ്റും ആ പാട്ടിൽ ഉടനീളം ഉണ്ടാവരുത്, എന്നാൽ ഇവൻ ആണാകുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പാട്ടാണെങ്കിലും ഒരു സാധനവും പൗരുഷക്കരുത്തുള്ളൊരു വാക്കരുത് പാട്ടില്ല, എല്ലാം സോഫ്റ്റ് ആയിരിക്കണം. അതാണ് ഉപ്പിൻ കയ്പാണ് നീ കവിളത്ത്. കുഞ്ഞ് കാലത്തെ കളിച്ച് നടക്കുമ്പം ഉമ്മ വയ്ക്കുമല്ലോ, കടലിലെ ഉപ്പും വേർപ്പിൻ്റെ ഉപ്പും ഇപ്പോൾ എന്തൊരു മധുരം ചുണ്ടത്ത്. ചെറിയൊരു മാറ്റം, അത് ചെറിയ മാറ്റമല്ല എങ്കിലും അവനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് ഉപ്പ് മാത്രം ശീലിച്ച് ഇപ്പം നല്ല മധുരം എന്ന് പറയുന്ന ഒരു വളർച്ചയില്ലാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മുടെ മാനസികമായി നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രായം കഴിയുമ്പോൾ, അല്ലേ, ഇപ്പോൾ മൂത്രമൊഴിക്കാനുള്ള വിഗ്രഹം മാത്രമല്ല പുള്ളി എന്നുള്ളൊരു പ്രായം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവില്ലാത്തൊരു കഥാപാത്രമാണ് അത്ര ഇല്ലാത്തത്. അപ്പോൾ അത് 4 ഇത്രയും എടുത്തെടുത്തിട്ടാണ് ചെയ്തത്. ഓരോന്നും അങ്ങനെ പുതിയാപ്പിളക്കോരാന്നൊരു കോരയാണ്, പലയിടത്തും പല മീനത്, കടലുമായിട്ട് ബന്ധപ്പെട്ടൊരു മീൻ, അങ്ങനെ കിട്ടും പല സ്ഥലങ്ങളും തിരക്കി ഇങ്ങനെ ഒരു. അപ്പോൾ എവിടെയോ ഏതോ കേരളത്തിൽ ഒരു സ്ഥലത്ത് പറയുന്ന പുതിയാപ്പിളക്കോരയാണ്. അപ്പോൾ ഇവനെ സംബന്ധിച്ചൊരു പുതിയാപ്പിളക്കോരയാണ്, മുള്ളെല്ലാം വന്നേ പോയി പുതിയാപ്പിളക്കോരയെ പോലെ എന്നുള്ള അവളുടെ സങ്കല്പം. അവൾക്ക് സന്തോഷമാണ് ഇവനിലൊരു ആൺ എലമെൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് തന്നെയാണ് അത് ഈ പറഞ്ഞു തരുന്നത്. ഡ്രൈവിംഗ് എന്നൊരു വലിയ സംഭവമുണ്ട്, അത് വലിയ അത് എനിക്കറിയില്ല, ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തില്ലായിരുന്നല്ല, എല്ലാം ഞാൻ ചെയ്ത് വളരെ തുച്ഛം പേര് മാത്രമേ ഉള്ളൂ. ലോഹിദാസൊക്കെ അദ്ദേഹം എന്നെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു പടം എഴുതാൻ പോയിട്ട് എഴുതാണ്ട് പോകുന്നു ഞാൻ, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പെട്ടെന്നൊന്നും എടുത്തു തടാന്ന് പറഞ്ഞാൽ എടുത്തു തടാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ അത് കൃത്യം അതൊരു പ്രൊഫഷൻ എന്നുള്ള ഫീൽ നമുക്ക് വേണം. ചിലപ്പോൾ ഇത് നടക്കിപ്പോൾ ക്ലാസ്മേറ്റ്സിലെ പാട്ടൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ 3 പാട്ടുണ്ടായതാണ്. അത് ചില സമയമാണ്. ഇത് നമ്മുടെ നമുക്ക് എൻ്റെ ഒരു കഴിവ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയില്ല കേട്ടോ. ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ഇതിനു വേണ്ടി നമ്മൾ അനുഭവിച്ചൊരു വേദന എന്താണെന്ന് പലർക്കും അറിയില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് പക്ഷേ ഇപ്പം അങ്ങനെ പോയി ഇങ്ങനെ വെച്ചിരുന്ന് ഇദ്ദേഹം നല്ലൊരു പറഞ്ഞ പോലെ ഭാഷ അറിയാവുന്ന ഒരാളും കൂടെ അല്ലേ ലോകേട്ടനെ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്, ഞാൻ സാധാരണ ഗിരീഷുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഗിരീഷിനെ ചീത്ത പറയും. ഗിരീഷിന് വഴക്ക് പറഞ്ഞാൽ ഗിരീഷിന് വാശി കൂടും എഴുതാൻ, അപ്പോഴും കൂടും. അപ്പോൾ അങ്ങനെ വല്ല ചെയ്യണം, നമുക്ക് അങ്ങനെ ചെയ്താൽ എൻ്റെ ഇന്ന് അക്ഷരം പോലും കിട്ടില്ല. അങ്ങനെ ഞാൻ അവസാനം അത് എന്തോ പിന്നെ ഞങ്ങളവിടെ വെച്ച് തന്നെ ഇവിടെയായിരുന്നു, ഷൊർണൂരായിരുന്നു, മറ്റേ നമ്മുടെ ചക്കരമുത്തിൽ. അങ്ങനെ പിന്നെ എഴുതാൻ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞ 2 പേര് എല്ലാം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്നുള്ളൊരു ബോധമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഇപ്പം നമ്മളൊരു തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ 100 തുണി എടുത്തിടും. ഇത് എടുക്കാണ്ട് പോന്നു കഴിഞ്ഞാൽ കടക്കാരൻ ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ 10 പാട്ട് എഴുതി കൊടുക്കും. അപ്പോഴത്തെ അത് ബോധിക്കണം. അത് ഷാഫിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കവിത എഴുതുന്ന പോലെ അല്ല ശരത്തെ പാട്ട്. കവിത ശരത്തിന് ഇഷ്ടമുള്ള പോലെ എഴുതാം, ഇഷ്ടമുള്ള വാക്ക് വയ്ക്കാം, എത്ര വരിയും പെടുത്താം, വായിക്കാൻ കൊടുക്കാം. അവർ വായിക്കാണ്ടിരിക്കുമോ, അത് ശരത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ എഴുതി വെച്ചു. യോജിക്കാം. പക്ഷേ സിനിമ പാട്ടമല്ല, കേൾക്കുന്നവൻ്റെയാണ്, എഴുത്തുകാരൻ്റെ അല്ല. കേൾക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് പല എലമെൻറ്റും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. ശരത്തിൻ്റെ മാത്രം ചിന്തയായിരിക്കില്ല, സംഗീതത്തിൻ്റെ എലമെൻറ്റ്, ക്യാമറാമാൻ്റെ എലമെൻറ്റ്, സംവിധായകൻ്റെ എലമെൻറ്റ്, അത്രയും പേരും കൂടെ ഇതിനകത്തേക്ക് ഇടപെടും. ആ ഇടപെടലാണ്, ഇത്രയും പേരുടെ ഇടപെടലാണ് ഒരു പാട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പിടിവാശിയിൽ നിന്നൊരു കാര്യമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് തിരിച്ചറിയണം. കാര്യം കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്, വായിക്കുന്നവർക്ക് വേണ്ടിയല്ല. അപ്പം അതുകൊണ്ട് അത് എല്ലാത്തരം അലക്സ് പറയും എപ്പോഴും, എടോ താനൊരു പാട്ട് എഴുതുമ്പം എൻ്റെ മകൻ, അന്ന് അർജുനൻ ഏറ്റവും തീരെ ക്ലാസ്മേറ്റ്സ് ചെയ്യുമ്പോൾ അവനും ഇഷ്ടപ്പെടണം, ONV സാറിനും ഇഷ്ടപ്പെടണം എന്ന് പറയും അലക്സ് പറയും. അലക്സ് അധികം ഈ പറഞ്ഞ പോലെ ലിറിക്കിലൊന്നും അങ്ങനെ ഇടപെടുന്നില്ല. ആ കാര്യം അലക്സ് തന്നെ പറയും, ഞാനങ്ങനെ വലിയ വായനക്കാരനൊന്നുമല്ല, എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് പുസ്തകം പുഴുവിനെ പോലെ തന്നെ പോലും ഞാൻ വായിച്ച് ബഹളം ഉണ്ടാക്കുന്നതൊന്നുമല്ല. പക്ഷേ എനിക്കും ഒരു സജഷൻ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ, അങ്ങനെ പറയും അലക്സ്. നിങ്ങളുടെ കോംബോ എല്ലാം സക്സസ് ആയിരുന്നു. അലക്സ് പോൾ, വയലാർ എന്താണെന്നറിയില്ല. അത് ലാലേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കണം, ഈ നന്നായിട്ട് ഇണങ്ങി വരുന്നവരെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയുകയാണെങ്കിലും പിണങ്ങി പിരിയരുത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഞങ്ങളുടെ ആദ്യമേ പറയുമായിരുന്നു. കാര്യം നല്ലതായിട്ട് ഒരു ജോഡി വന്നാൽ എങ്ങനെ വിള്ളലുണ്ടാക്കാം, അത് സ്വാഭാവികമാണ്. അതിൻ്റെ കാര്യമില്ല, എല്ലാ മേഖലകളിലും ആണല്ലേ, അത് ഇതിനകത്ത് ഉണ്ടാകാം. കാര്യം ഈ പറഞ്ഞ ഇതൊരു അസൂയ നമുക്ക് കിട്ടുന്നൊരു മേഖലയാണ്.
ഒരേ സമയത്ത് അത്യാവശ്യം ഇപ്പോൾ ഒരു മാസം ഞാനൊക്കെ ആദ്യം പടത്തിന് പാട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മാസം പോയി ജോലി ചെയ്താൽ കഷ്ടപ്പെട്ട് ഓവർ ടൈമൊക്കെ ഉൾപ്പെടെ ചിലപ്പോൾ കിട്ടുന്ന പൈസയുടെ ഒരു 2 ഇരട്ടിയൊക്കെ ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ ആ പീരീഡ് പറയും. മറ്റേത് ഒരു മാസത്തെ അല്ലലാണ്, ഭയങ്കര ദുഃഖത്തിലാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്ത്. അതിനേക്കാൾ ഈ 10 ചിലപ്പോൾ 4-5 ദിവസം, ചിലപ്പോൾ 10 ദിവസത്തിന് അതിൻ്റെ ഇത് കിട്ടുമ്പം ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ മാസം പാട്ടത് തന്നെ. കാര്യം നമ്മൾ ഒരു മാസം അലഞ്ഞതിൻ്റെ ഇരട്ടി പൈസ 5 ദിവസം കൊണ്ട് കിട്ടി. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കിട്ടില്ലേ, നമുക്ക് 20-25 ദിവസം നമുക്ക് വെറുതെ ഇരിക്കാം എന്ന് പറയുന്നൊരു ഒരു നിഷ്കളങ്കതയുണ്ട് അതോടെ. ഇപ്പം ഇതിനങ്ങനെ ഒരു ഇതുണ്ട്, പണവും നമുക്ക് കിട്ടും, പേരും കിട്ടും. പക്ഷേ എഴുതാൻ പറ്റാത്ത നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും എന്തുകൊണ്ടും എഴുതാൻ കഴിയുന്നവർ അവരുടെ കഴിവിനെ അങ്ങനെ. ഇപ്പോൾ കവി എന്നൊരവസ്ഥയുണ്ടല്ലോ, കവിക്ക് ഇപ്പോൾ വയലാറിനെ കുറിച്ചൊന്നും ഉണ്ടാകുന്നൊരു പരാതി അതായിരുന്നല്ലോ. വയലാർ കാവ്യലോകം വിട്ടിട്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ്. പാട്ടെഴുത്തുകാരൻ എന്നുള്ളൊരു തരം താണ കാറ്റഗറിയിലേക്ക് വയലാറിനെ എഴുതി തള്ളി. അപ്പോൾ കവികൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിൽ നിൽക്കുന്നവർ, അവർ കുറേ കൂടെ ഭാഷയും അല്ലെങ്കിൽ എന്തിനേയും സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. സിനിമയിലൊക്കെ അങ്ങനെ സീരിയസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പം ഓപ്ഷൻസ് കണ്ടുവയ്ക്കണം, വാക്കുകൾ. ചിലപ്പോൾ ആ വാക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വാക്കായിരിക്കും, അപ്പോൾ അതിന് കാര്യമില്ല. പക്ഷേ അതേപോലെ നല്ല വാക്ക് മനസ്സിലായിട്ട് മീറ്റിലൊന്നും കണ്ടുപോകുന്ന ദുരന്തമുണ്ടല്ലോ, അതും ഒരു ദുരന്തം. അത് എനിക്ക് ഏറ്റവും അധികം സഹായകരമായത് മലയാളം അറിയാത്ത 2 പേരാണ്, വിദ്യാസാഗർ സാറും ഇളയരാജ സാർ. രാജാ സാറ് ബേസിക്കലി ഒരു എഴുത്തുകാരൻ കൂടെയാണ്, ഒരു കവിയാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ഞങ്ങൾ 5 പടം ചെയ്യുന്നു സാറുമായിട്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ മീറ്ററിങ്ങിൻ്റെ പ്രശ്നം വരും, ഉണ്ടാകുമല്ലോ പാടി വരുമ്പം. അപ്പം ചിലപ്പോൾ 1-2 സ്ഥലത്ത് വന്നിട്ടുണ്ട് ചില വാക്ക് പാരവപാടുന്ന ദൂരയിലേക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആ വാക്ക് മാറ്റേണ്ട സ്ഥലത്ത് ഞാൻ അവിടെ ട്യൂൺ ചെയ്തോളാം. ഇത് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഭാഷയെ അന്യഭാഷക്കാരൻ തൊഴുന്നതിന് തുല്യമാണ്. അപ്പം അതിന് നമ്മൾ കാരണക്കാരായെന്നുള്ള സുഖമുണ്ടല്ലോ. അപ്പം ഭാഷയെ വേറെ ആൾ മാനിക്കപ്പെടാൻ എൻ്റെ ഒരു വാക്കിന് സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയതാണെങ്കിലും കൊടുക്കുന്നൊരു ഒരു മാന്യതയുണ്ടല്ലോ, അത് സന്തോഷമാണ്. പക്ഷേ അതേപോലെ മറിച്ചുകൊണ്ട് ഭാഷ അറിയാൻ അതൊന്നും മനസ്സിലാകണില്ല ചേട്ടാ എന്ന് പറയുന്നവരുമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ ചില സൗണ്ടിങ് രീതിയാണ് ഇപ്പോൾ, സൗണ്ടിങ് വേർഡ്സ് എന്ന് പറയും. പണ്ട് കാലത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു. കാര്യം അനുനാസികം മലയാളത്തിന് വളരെ പ്രാധാന്യം, സംഗീതത്തിന് ഇതിങ്ങനെയുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാൻ സുഖ എന്നൊക്കെ വരുമ്പോഴാണ് കുഴപ്പം, പ്രശ്നമാണ്, പഠിത്തം വരണത്. പക്ഷെ അവർ പറയും തെറ്റില്ല. അപ്പം പക്ഷെ വേറൊരു ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഈ എഴുത്തുകാരനാണ്. അതെ. ഇപ്പോൾ സംഗീതത്തിന് സൗണ്ടിങ് വാക്ക് കിട്ടിയില്ല, പക്ഷെ മീറ്റർ ഒപ്പിച്ച് നമ്മളൊരു പാട്ട് എഴുതി ഒരു ഇമേജ് ഉണ്ടാക്കണം, അതിനകത്ത് ചിത്രം ഉണ്ടാക്കണമല്ലോ പാട്ടിന്, ഇത് കൊടുക്കുകയും വേണം. അത് എഴുതിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടില്ല, അതൊക്കെ കഴിഞ്ഞ് കാശൊക്കെ മേടിച്ച് സ്വത്തടിക്കുമ്പോഴെഴുതിയുള്ളി ചേട്ടാ പാട്ടുകാരന് വരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. അദ്ദേഹത്തിന് വരാത്തത് നമ്മുടെ കുഴപ്പമാണ്, അദ്ദേഹത്തിന് പാടണം. ഒരു ഗായകൻ നിലയ്ക്ക് എല്ലാ അക്ഷരവും പറയാനുള്ളൊരു അതോടെ ഞാൻ പറഞ്ഞു, അതും ഒന്നും കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാലഘട്ടം മലയാളത്തിനെ പുറകോട്ട് വെച്ച് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബഭാന്ന് എത്ര പേര് പറയും, ഭരണി പറയുന്നത് ഭരണിയാണ് കേൾക്കുന്നത്. ഭയങ്കരം, വളരെ കുറച്ച് പേര് ഭയങ്കരം ഒക്കെ ബായായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഇത് അനുഭവിക്കണം. അവിടെ വരെ നമ്മൾ എന്നാൽ അറിയപ്പെടും. ഒരു പാട്ടിൻ്റെ 100 ദിവസം ആഘോഷിച്ചൊരു പരസ്യം വരുമ്പം പാട്ടെഴുത്തുകാരൻ്റെ പേര് കാണില്ല, സംഗീത സംവിധായകനും ഗായകൻ്റെയും പേര് എല്ലാവരും എടുക്കും. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഈ സാധനം വരികളില്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും എന്താ പ്രസക്തി ഞാൻ ആലോചിക്കാറുണ്ട്. ഷഹബാസ് അമീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വേറൊരു വോയിസ് ഉണ്ട്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, വാട്ടിയായ വര മഞ്ജുളാങ്കിയുടെ സ്വന്തമായ നിമിഷം എന്നുള്ള ശരത്തേട്ടൻ്റെ വരികൾ പാടുമ്പോൾ ഉണ്ടല്ലോ, ആ മഞ്ജുളാങ്കിയൊക്കെ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ചേരുന്നൊരു മനുഷ്യൻ. അത് സ്റ്റേജിലൊക്കെ വന്നിട്ട് അതിന് വേറൊരു പാടുമ്പോഴേ വേറൊരു തലം കൂടെ ദാസേട്ടനൊക്കെ ചെയ്യും കേട്ടോ. ആഴിയലയാഴി എന്നുള്ള പാട്ട് ദത്തുപുത്രനല്ലേ, സുനാമി വന്നു സിനിമാ താരങ്ങൾ, സിനിമ ലോകം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇന്ന് ഗാനങ്ങൾ നടത്തി. അന്ന് ആഴിയലയാഴി അപാരതേ ആ വിജനതയ്ക്ക് വേറൊരു സാധനം കൊടുത്തു. അന്ന്
സിനിമയ്ക്ക് വേണ്ടി അപാരതയിൽ നിന്ന് വിജനമാം കരയിൽ അലയുന്നു ഞാൻ ആ പതിയെ. പക്ഷെ അന്ന് പാടിയപ്പം ആ വിജനതയിലൊരു ചെറിയ വേദന ചേർത്തത്. ഭാഷ അറിയാവുന്നവൻ പറയുമ്പോൾ അതല്ലേ ഭാഷയോട് ജയചന്ദ്രനൊക്കെ ആണല്ലോ ഏറ്റവും ഭാഷ അറിയാം, വാക്കറിയാം. ആ വാക്ക് അതൊക്കെ ഒതുക്കുന്നിടത്തൊക്കെ ഒതുക്കുന്നുണ്ടല്ലേ, നല്ല രസമാണത്. മാണ് മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ. ആ മാരനുണ്ടല്ലോ, അവർ എന്തൊക്കെ അവന് ബാക്കി വല്ലതും കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തേച്ച് മിനിക്ക് അവനെ വിളിക്കലാക്കും. അതൊരു ഭാഗ്യമല്ലേ ഒരു വാക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണത്, അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ നിലനിന്ന് പോകുന്നത്. കാര്യം എഴുതി വെച്ചത് ഇതിനേക്കാൾ ഇപ്പം നേരത്തെ പറഞ്ഞാൽ എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമുണ്ടത് എന്ന് ഒരാൾ പാടിയും സംഗീതം ചെയ്തും പറഞ്ഞും കേൾക്കുമ്പം ഒരു എഴുത്തുകാരന് കിട്ടുന്നൊരു അംഗീകാരമുണ്ട്. വളരെ വലുതല്ലേ. സത്യത്തിൽ രവീന്ദ്ര മാഷിന്റെ അതൊരു ബ്രേക്ക് ആയിരുന്നില്ലേ ശരിക്കും? മിഴി രണ്ടിലും ഒരു അതായിരുന്നു ശരിക്കും. എനിക്ക് അതിനു മുമ്പ് എൻ്റെ പൊന്നു തമ്പുരാൻ ആദ്യം ചെയ്തിട്ടെങ്കിൽ കൂടിയും ആ പടം ഹിറ്റായില്ലല്ലോ. ദേവരാജ മാഷാണ്, ദേവരാജ മാഷ കയ്യിലാണ് നമ്മൾ വീണത് തന്നെ. അതെ, അതൊരു ഭയങ്കര അത് വേറൊരു അത് ഭാഗ്യല്ലേ അവിടെ തന്നെ പോയി വീഴാൻ. അവിടുന്ന് കിട്ടിയ ചില അതുണ്ട്, അത് വളരെ ശരിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈണം മൂളിയിട്ട് വാക്കന്വേഷിക്കുന്ന ഗതികേട് ഉണ്ടാകരുത്. ഈണം വരുന്ന കൂട്ടത്തിൽ അവൻ്റെ നാക്കത്ത് ആ വാക്കം വരണം. അവിടെയാണ് ഗാനരചയിതാവിൻ്റെ വിജയം. അല്ലാണ്ട് നമ്മളിരിക്കുകയാണ് ശംഖുപുഷ്പം കൊണ്ട് എഴുതുമ്പോൾ ഞാൻ 6 തവണ മുള്ളിട്ടും വാക്ക് കിട്ടിയില്ലെങ്കിൽ നീ പരാജയകൂടാ. അല്ല, അതത് വാക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യാൻ. ഹുക്ക് ലൈൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു വാക്കാണ്. അതെ അതെ അതെ. മിഴി രണ്ടിലും തന്നെ എന്തിനായി നിൻ ഇടം കണ്ണിൻ തടം തുടിച്ചു എന്ന് പറയുന്ന പാട്ടല്ലേ? വരികളൊന്ന് പറയുമോ? എന്തിനായി ഇടം കണ്ണിന് തടം തുടിച്ചു? പെണ്ണുങ്ങൾക്ക് ഇടത്തെ കണ്ണ് തുടിക്കുന്നതല്ലാന്ന് പഴയ വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാര്യം വരുന്നു. കല്യാണപ്രായം ആയ കുട്ടിയാകുമ്പോഴത്തേക്ക് ഒരു കല്യാണമായിരിക്കും വരുന്നത്. അപ്പോൾ സ്വാഭാവികം നാണം വരുമല്ലോ. എന്തിനാ നീ വലം കയ്യാൽ മുഖം മറിച്ചു പഞ്ചപാടൻ എഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി. സമയമായി, അതാണ് അത് വന്നത്. ആ കിളി ചൊല്ലിയത് കൊണ്ടാണ് എല്ലാം അറിയുന്ന പ്രായമായില്ല, ഇനി മിന്നും പൊന്നും അണിയുവാൻ കാലമായില്ല. അത് തന്നെ ആ സിറ്റുവേഷൻ തന്നെ രഞ്ജിത്തിൻ്റെ. അത് ഈ പറഞ്ഞ മറ്റൊരു ഈ വാക്കിനെ കണ്ടു കഴിഞ്ഞാൽ എഴുത്തുകാരനെ പ്രണയിക്കുന്ന ആളാണ്. വാക്ക് കണ്ടിട്ട് എഴുത്തുകാരനെ പ്രണയിക്കുന്നൊരു അല്ല, അങ്ങനെ കുറേ എനിക്ക് ഒത്തിരി പേര് അങ്ങനത്തെ സത്യനന്ദിക്കാട്, കമൽ സാറ്, ഇങ്ങനെ പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അവർ കാണുന്നതിനോട് അവർ നോക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകും. ഇപ്പം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഒരുക്കി നിർത്തുമ്പോൾ ഒരു പിതാവിന് കിട്ടുന്ന സുഖമുണ്ട്. അതുപോലെ പക്ഷേ ഞാൻ വിഷമിച്ചു പോയത് അനുരാഗവിലോചന എഴുതുമ്പോഴാണ്. ലാൽ ജോസ് പറഞ്ഞു എല്ലാ സിനിമയിലും ഞാനായിരുന്നു ഭരണാധികാരി കേട്ടോ, പാട്ട് ഇത് ഞാനല്ല MD സാറായിരിക്കും. വളരെ പിശുക്കരാണല്ലോ ചിരിക്കാൻ. ചിരി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അനങ്ങിയാൽ ചിരിച്ചൊന്നും അതിൻ്റെ അർത്ഥം. അപ്പം എനിക്കാണെങ്കിൽ ഇരുന്ന് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടിന് വലിയ ഹോട്ടലിലേക്ക് മുറി എടുത്ത് എഴുതാൻ പറ്റാഞ്ഞിട്ട് ലോക് സാറൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത സീൻ എഴുതാനായിട്ട് കൺട്രോളറുടെ അസിസ്റ്റൻ്റ് വരുമ്പോൾ പുള്ളിയെ കാണില്ല മുറിയിൽ നോക്കിയപ്പോൾ കട്ടിലിനടിയിൽ നിന്ന് എഴുതും. പ്രൈവസിക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നൊരു പിരിമുറുപ്പ്. ഞാൻ അവസാനം ഈ പാട്ട് എഴുതിയിരുന്നത് കുളിമുറി കയറിയിരുന്നു. എനിക്ക് ആരുമില്ല, ഒരു ശല്യമില്ല, പക്ഷേ എനിക്ക് പ്രൈവസി പോരാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അനിൽ പരശുരാൻ്റെ ഏറ്റവും വലിയ ഗുണം, ഗിരീഷിനൊക്കെ ഗുണമുണ്ട്, എനിക്കതില്ല കേട്ടോ. അവർക്ക് എത്ര തിരക്കും വിവേകാനന്ദൻ്റെ ജാതിയാണ്. ചുറ്റും അല മുറയിടുന്ന തിരമാലകൾക്ക് നടുവിലും ധ്യാനിച്ച് നിൽക്കാൻ വിവേകാനന്ദന് കഴിയും. അവരൊക്കെ ആ ഗണത്തിൽപ്പെട്ടത്. എനിക്കതില്ല. എനിക്ക് ചെറിയ വശം വരെ എന്നെ വല്ലാണ്ട് അലട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രൈവസി പോരാഞ്ഞിരിക്കാൻ കുളിമുറിക്കകത്ത് വരുന്ന എഴുതിയത്. എന്നിട്ട് പിറ്റേ ദിവസം ഇറച്ചി പിടിച്ചാലേ ചെല്ലുന്നത്. കാര്യം വൈസ് ചാൻസലറുടെ മറ്റതാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കി ആ കണ്ണാടിയുടെ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ മേടിച്ചു ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഇതിരിപ്പുണ്ട്, ദിനേശ് വീട് ഇവിടെ ഈ വശത്തിരിപ്പുണ്ട്. ഞാനിവിടെ നിൽക്കുന്നു, ഈ കയ്യിൽ ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബീഡി വിറച്ചു. ഞാൻ ചാരം താഴെ ബീഡി വിറക്കിയെന്ന് വെച്ചാൽ ചിരിച്ചു എന്നാർത്ഥം. ഇങ്ങനെ ഇരുന്ന ചുണ്ട് ഇങ്ങനെ നീണ്ടു, അതാണ് ബീഡി വിറച്ചത്. ആ ചിരി ചാരം താഴെ വീണപ്പോൾ നമ്മൾ ചാരമാകില്ല എന്ന് മനസ്സിലായി. അത് വലിയൊരു സംഭവമല്ലേ? അഭിനവനെ വിലയിരുത്തി എന്നുവെച്ചാൽ ആ ഒരു ചിരി ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. ആ ചാരം താഴെ വീണെന്നായിരുന്നു നമുക്ക് ലഭിച്ച ആധാർ കാർഡ്. അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ മകനായിട്ട് വരുമ്പോൾ എഴുത്തിനെ സംബന്ധിച്ച് എല്ലാവരും എക്സ്പെക്റ്റേഷൻസ് വെക്കും. അപ്പോൾ ഒരു കവിയെ തന്നെ അതിനകത്ത് പ്രതീക്ഷിക്കും. ആ കവിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കവിയെയാണ് നമ്മൾ ആദ്യം തേടുക. ഇത് എവിടെയെങ്കിലും ഭാരമായിട്ട് വന്നിട്ടുണ്ടോ? അത് സ്വയം തന്നെ? കാര്യം എനിക്ക് തന്നെ അറിയാമല്ലോ,
വയലാർ ആരാണെന്നും ഞാൻ ആരാണെന്നും അതെന്നെ കൃത്യമായി എൻ്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വയലാറിന് കിട്ടുന്ന സ്വീകരണം നിനക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഒരിക്കലും പാടില്ല. കാര്യം അത്രമാത്രം ആ സ്ഥാനത്തിരിക്കുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരിക്കലും അത് താരതമ്യം ചെയ്യില്ല. ഞാനതുകൊണ്ട് തന്നെയാണ് കൊച്ചു വയലാർ എന്ന് തന്നെ പേരാക്കുക എന്ന് വെച്ചിട്ട് എന്നെ ആദ്യമേ രാജസാറിൻ്റെ പടം എഴുതാൻ വിനോദയാത്ര എഴുതാനായിട്ട് സത്യഞ്ഞാടൻ ചെന്ന് പരിചയപ്പെടുന്നത് ഇത് വയലാറിൻ്റെ മകനാണ് രാജസാറിന്. ഓ ചിന്ന വയലാർ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നല്ല പേരല്ലേ കൊച്ചു വയലാർ. എത്ര നമ്മുടെ തലയിലെഴുത്ത് നല്ലതാണ്, സാഹചര്യ അനുകൂലമാണ്, നമ്മളങ്ങ് ലോകം മുഴുവൻ അറിയുമ്പോഴും പേര് ഒരു വയലാറിൻ്റെ കൊച്ചായിട്ടിരിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ എനിക്കെപ്പോഴും അത് കൃത്യമായി അറിയാം. അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അത് അറിഞ്ഞ വഴി വേറെ, ഞാൻ അറിഞ്ഞ വഴി വേറെ, അനുഭവം അത് വേറെ, എൻ്റെ അനുഭവം വേറെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന വേറെ, എൻ്റെ വായന വേറെ, അല്ലാതെ. പക്ഷേ ആൾക്കാർ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ കുഴപ്പം. നമ്മൾ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കുക. ഇപ്പോൾ ആദ്യം തന്നെ പൊന്നുതമ്പരായപ്പോഴേ പറഞ്ഞു പോയി ഇത് വയലാർ അന്ന് മാറ്റി വെച്ചിരുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഘമാസമൊക്കെ എഴുതിയപ്പോഴേ അത് വയലാറിൻ്റെ ചുരുട്ടിക്കളഞ്ഞ ഏതോ സാധനം എടുത്ത് വിളിച്ചതാണ്. പക്ഷെ അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിച്ചു. അവരെ പറയിപ്പിച്ചൊന്നുമില്ല, അവർ തന്നെ പറഞ്ഞു. അന്നങ്ങനെ പിന്നെ ഞാൻ പല സ്ഥലത്തും രഹസ്യമായി പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് അതിൽ സങ്കടമുണ്ട് ശരത്തെ. അതെ, ആ ജീവിച്ചിരിപ്പില്ല പറഞ്ഞാൽ എന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞു. അപ്പം എന്നുവെച്ചാൽ എന്തൊക്കെയോ ഒരു അനുഗ്രഹത്തിൻ്റെ തലം. അച്ഛനാണെങ്കിൽ ആഗ്രഹമില്ലായിരുന്നല്ലോ എൻ്റെ സിനിമയിലേക്ക് വിടാൻ. അതേ പറയുമായിരുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് ഇപ്പറഞ്ഞ എല്ലാ ജോലിയും ചെയ്ത് 22 കൊല്ലം മക്ഡോവലിൽ ജോലി ചെയ്തു. എല്ലാം കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വരുന്ന 1990 30 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുന്നത്. എങ്ങനെ അതെന്തോ നിയോഗം, അതിന് മറുവശമുണ്ട്. ശരത്ത് വയലാർ എൻ്റെ മകനെ എഴുതാന്ന് പറയും. ഇങ്ങനെ പറയുന്നവരോട്ട് രണ്ട് അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ തുടങ്ങി എന്നുള്ളൊരു അതും എല്ലാം അതല്ലോ ആ സമയത്തുണ്ടായിരുന്നു. വയലാർ മരിച്ചപ്പോൾ വയലാർ മദ്യപിച്ച് മരിച്ചു. വയലാറിൻ്റെ മകൻ മദ്യ കമ്പനിയിൽ നിന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ മദ്യ കമ്പനിയിലാണ് ജോലി ചെയ്തത്, മക്ഡോവലിൽ. വീടിനടുത്തത് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്തെങ്കിലും വന്നാൽ ഓടി വരാം. കാരണം ഞാനാണല്ലോ ഗൃഹനാഥൻ. 15 വയസ്സിലെ 20 വയസ്സിലെ ഗൃഹം. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും എനിക്ക് വരാൻ വന്ന് നോക്കി പോവാം എന്നുള്ളൊരു സൗകര്യവും വരുമാനം പ്രധാനമായിരുന്നു. ഞങ്ങൾക്ക് 4 പേർ കൂടെ പഠിക്കാനുള്ളൊരു വരുമാനം അന്നില്ല. മലയാളികൾ ചെയ്തതാണ് നമ്മുടെ എപ്പോഴും വലിയ ഇന്നും അസറ്റ്. ഇന്ന് എനിക്ക് കൈ നീട്ടാൻ അഹങ്കാരമുള്ള ഞാൻ ആകെ അഹങ്കരിക്കുന്ന കാര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം കൈ നീട്ടിയാലും കൈ നിറച്ച് പണം വരും. ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അതാണ് നമ്മുടെ സ്വത്ത് ഇപ്പോഴും. അപ്പോൾ അന്നങ്ങനെ അതുകൊണ്ടാണ് ജോലിക്ക് പോയത്. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ മറ്റൊരു തലം അതുണ്ടാവുമല്ലോ. അമ്മ പറ്റാലും 2 പക്ഷം എന്ന് പറഞ്ഞാൽ അമ്മയെ തലയിലും 2 പക്ഷം എന്നുള്ളത് അതൊക്കെ അന്ന് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിന്നെ അത് മനസ്സിലായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണല്ലോ, എത്ര അഭിപ്രായങ്ങൾ വരുമെന്നറിയാം ഓരോ കാര്യങ്ങളും. അപ്പോൾ അതിനകത്തൊക്കെ വളരെ പ്രസക്തമായ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആ ചിന്തയാണ്. എത്ര ചിന്തകളൊക്കെ കയറുന്നത്, മറ്റതില്ലല്ലോ. നമ്മുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വീട്ടിലെ 2 പേരുടെ ചിന്ത അടിച്ച് അമർത്തപ്പെട്ട ഒരു കാലം. പക്ഷേ വയലാറൊക്കെ അവിടെ നിന്നും ഉയർത്തെഴുതി കയറും. അമ്മാവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് അച്ഛൻ്റെയൊക്കെ. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷം ഉണ്ടായ വയലാർ മറ്റേ സമര സേനാനികളുടെ ക്യാമ്പിൻ്റെ സ്ഥലമായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു താതാത്മ്യം, വീട്ടിലനുഭവിക്കുന്ന ദുഃഖം നാട്ടുകാരനുഭവിക്കുന്ന ദുഃഖം രണ്ടും ഒന്നാണ് എന്ന് കോർത്തിണക്കാൻ തോന്നിയപ്പം അത് അതിലേക്ക് അങ്ങോട്ട് സമരസപ്പെടുക എന്ന് പറയില്ല. എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. എനിക്ക് പ്രേമിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല. പേടിയാണ്. കാര്യം ഞാൻ പ്രേമം എന്ന് പറഞ്ഞാൽ തെറ്റാണല്ലോ അന്ന് തെറ്റല്ലേ. അപ്പോൾ അന്ന് എന്തെങ്കിലും സംഭവിച്ച അനിയത്തിമാരെ 3 പേരുടെ ജീവിതം പ്രശ്നമാകും, വയലാറിൻ്റെ ചിത്രപ്പേരാകും. അപ്പോൾ നല്ല സമയത്തൊക്കെ എനിക്ക് സൈക്കിൾ മാത്രമേ അറിയാവുള്ളൂ, അതും ലേഡി ബേർഡ് പഴയ. എനിക്ക് വലിയ സൈക്കിൾ കാര്യം അതിന് പോലും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു കൗമാരകാലമായിരുന്നു എൻ്റെ. ഈ വീണ് പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുന്നില്ലേ, അങ്ങനെ ചിരിക്കാൻ പഠിച്ചിട്ടില്ല. കൂടുതലും കരയാനേ അന്ന് ശീലമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളും എനിക്കില്ല. എൻ്റേതായ അനുഭവങ്ങളായിരുന്നു. അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് എനിക്കില്ലായിരുന്നു. പക്ഷേ പിന്നീടും വന്നത് ഇത് മുഴുവൻ ഇപ്പം നമ്മൾ എഴുതുന്ന ഞാനിപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ഒരു സാന്നിധ്യം തന്നെ, അല്ലാണ്ട് എൻ്റെ ഒരു മിടുക്കൊന്നുമായിട്ട് ഞാനിപ്പോഴും കാണുന്നില്ല. അച്ഛൻ്റെ ഒരു കവിത തന്നെയുണ്ട്, ഒരു പറയുമായിരുന്നു വിടരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കവിതയിൽ സൂര്യകാന്തിയുടെ ആത്മകഥയെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അവസാനത്തെ വരി അതാണ്: അച്ഛനെ പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ. അച്ഛനെ പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ. മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ, പറഞ്ഞു പോയൻ മൗനം. അപ്പം അങ്ങനൊരു കൊതി ഉണ്ടായിരുന്നു ഉള്ളിൽ.
ഉണ്ടായിരുന്നിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ കൊതി പറഞ്ഞ വാക്കിനേക്കാൾ ഹേർഡ് എന്നാണ്, കേട്ട പാട്ടുകളേക്കാൾ നല്ല കേൾക്കാതെ എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞു തരുന്ന വാക്കിനേക്കാൾ ശക്തമായിരുന്നു ആ മൗനം. ചിലപ്പോൾ ആ മൗനത്തിൻ്റെ ശക്തിയായിരിക്കും വൈകിയാണെങ്കിലും ഇതിലത്തേക്ക് നമുക്ക് വരാൻ പറ്റിയത്. ഈ വിപ്ലവ ഗാനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് തന്നെ വൃത്തിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ പാട്ടെഴുത്തുകാരനെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ ഭക്തിഗാനത്തിനകത്ത് നല്ലൊരു തികഞ്ഞ ഭക്തനാണ്. ഒരു സാധാരണ നമ്മൾ നിർവചിക്കുന്ന ഒരു ഭക്തനേക്കാളൊക്കെ വളരെ മുകളിൽ. നെഞ്ചിലെ വെളിച്ചത്തിന് കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിലിട്ട്. കൊളുത്തേണ്ടത് നെഞ്ചില്, അവിടെയല്ല. അത് ഇരുട്ടായിട്ട് എന്താ കാര്യം? ഗുരുസ്വാമി പറഞ്ഞിട്ടില്ലേ, ചുറ്റും വെട്ടമുണ്ടായിട്ട് എന്താ കാര്യം, മനസ്സിലിട്ടാണെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ കൊളുത്തേണ്ടത് അവിടെയാണ് എന്നുള്ളത്. അത് എന്തും, ഭക്തി മാത്രമല്ല, എന്തും, ഏത് ചിന്തയും ആദ്യമേ വേരുണ്ട് നമ്മളില്ല. അനുരാഗം കണ്ണിൽ മുളയ്ക്കും ഹൃദയത്തിൽ വേരൊന്ന് നിൽക്കുന്ന ഭാസ്കരമായിട്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ തങ്കക്കിനാവിൽ തളർക്കും കല്യാണപ്പാന്ന്, അത് ലാസ്റ്റ് സ്റ്റേജാണ്. പക്ഷെ ആദ്യമേ വേരിട്ട് നനയ്ക്കണം. അതുപോലെയാണ് അച്ഛൻ്റെ ഒരു കാലഘട്ടം. അച്ഛനെ ഈ പറഞ്ഞ രണ്ട് തരവും എഴുതാൻ, രണ്ടെന്നല്ല ഏത് തരവും എഴുതും. കാര്യം എനിക്ക് ചുറ്റുമുള്ള സമൂഹം അങ്ങനെയാണ്, എല്ലാ തരക്കാരും ഉണ്ട്. അവരുടെ എല്ലാ മനോഭാവവും ഞാൻ മനസ്സിലാക്കണം. ഇപ്പോൾ സിനിമാ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വയലാർ ഭക്തനാണോ അല്ലയോ എന്നൊരു വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. വയലാർ എന്തിനോടും ഭക്തനാണ്. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള ഭക്തി മാത്രമല്ല, എന്തിനോടുണ്ടല്ലോ ഒരു ഭക്തി. അത് എന്തിനോട്, വിപ്ലവത്തിനോടുണ്ട്. ഇപ്പോൾ ഈശ്വരൻ്റെ ചിന്തയിലാണെങ്കിൽ, കാര്യം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ ജനിച്ചു വളർന്നതൊക്കെ. അതിനോട് അത് പറയുമ്പോഴും വേറൊരു തലത്തിലേ പറയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇപ്പം ഓടക്കുഴൽ ഞാൻ മേടിക്കും എന്നൊക്കെ പറയുന്നത്. ഗുരുവായൂരമ്പലങ്ങൾ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തത്വമസിയുടെ ഒരു ബേസിക് സംഭവം. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്നെക്കൊണ്ട് നല്ല ജയിക്കുന്നതും എന്നെക്കൊണ്ട് അരുതാത്ത ജയിക്കുന്ന നീ തന്നെ എന്ന് പറയുന്ന പോലെ അത് ആ ലെവലിൽ എന്തിനോടുള്ളൊരു എന്താ പറയുക, തല്ലുകയാണെങ്കിൽ അച്ഛനെയാണെങ്കിലും മര്യാദയ്ക്ക് തല്ലണം എന്ന് പറയുന്ന പോലെ തല്ലുന്നത് ഭക്തനാണെങ്കിൽ നല്ലൊരു ഭക്തനായിരിക്കും, നിരീശ്വരവാദിയാണെങ്കിൽ നല്ല നിരീശ്വരവാദിയായിരിക്കും. എല്ലാം എന്താ ശരിയാണത്. ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു നമ്മൾ എപ്പോഴും സംസാരിക്കുന്നൊരു വരികളാണ്. ദാസാർ തന്നെ എപ്പോഴും പറയുന്ന വരികളാണ്. അത് ദാസാറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊരു കവിക്കപ്പുറത്തേക്ക്, ഒരു കവിതയ്ക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു പാട്ടിനപ്പുറത്തേക്ക് ഒരു ആശയത്തെ ഒരാൾ അങ്ങനെ കൊണ്ട് നടക്കണമെങ്കിൽ അത് ഉള്ളിൽ പോയി വീണിട്ടുണ്ടാവണം. ദാസാറിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ കൊടുക്കാൻ കഴിയാന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട്. ഇല്ല, അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ കവിതയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടു അത് സിനിമാ ലോകത്തിന് കിട്ടിയെന്ന് NV കൃഷ്ണവാര്യർ അച്ഛൻ്റെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു കവി എന്ന് പറയുന്നത് കാലാതീതമായിട്ട് നിൽക്കുന്നയാളാണ്. ഒരു സിനിമാ ഗാനരചയിതാവ് അങ്ങനെ ആള് നിർബന്ധമില്ല. കാര്യം സിറ്റുവേഷന് വേണ്ടി എഴുതുന്നയാളാണ്. പക്ഷേ അതിനകത്ത് ജീവിതത്തിനെ മുഹൂർത്തം എങ്ങനെ പെടുത്താം എന്ന് വയലാർ പല സിനിമയിലും പല പാട്ടുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ വിട്ടും ആ പാട്ടിന് എക്സിസ്റ്റൻസ്. വയലാർ മാത്രമല്ല, ആ ഒരു കാലത്തുണ്ട് ഒത്തിരി ഉണ്ട്. ഇപ്പം ഹൃദയം ദേവാലയം ബിജു തിരുമലയുടെ ഏത് കാലത്ത് നമുക്ക് പറയാം, ആ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുമില്ല. തെരുവ് ഗീതം, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ, മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ. അല്ല, നമ്മൾ ഓരോരുത്തരെ പറ്റി പറഞ്ഞത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നിൻപദ ചുംബന മുദ്രകളടിയും. ഇന്ന് 13 അദ്ദേഹം മരിച്ചാണ്, ഫെബ്രുവരി 13 ദിവസമാണ്. നിൻപദ ചുംബന മുദ്രകളടിയും മൺതരിയായെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു സങ്കല്പം എന്തോ നോക്ക്. എന്ത് വിനീതനായല്ലേ സൗന്ദര്യത്തിന് മുമ്പിൽ കാമുകൻ. അപ്പം പക്ഷേ വയലാർ വേറെ രണ്ട് തലത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ സുകുമാര കലകൾ സ്വർണം പൊതിയും ഭഗവതി വിഗ്രഹമേ, നിൻ്റെ പുറങ്കാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂ. ലഹരിയുടെ പൂക്കളാണ്. അതിനകത്ത് പറയാനുണ്ട്, കന്ദർപ്പൻ കൊണ്ടുവന്ന് നടക്കി വെച്ചു, കാമദേവൻ കൊണ്ട് നടക്കി വെച്ചു എന്ന്, അതോ യുദ്ധതന്ത്രത്താൽ നീ അത് പിടിച്ചെടുത്തു. കാമദേവനാണല്ലോ സൗന്ദര്യത്തിൻ്റെ എല്ലാത്തിൻ്റെ ആള്. അയാൾ കൊണ്ട് നിൻ്റെ മുമ്പിൽ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുമ്പ് അയാൾ കൊണ്ട് നടക്കി വെച്ചു, അതോ നീ അയാളോട്ട് യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിച്ചിട്ട് പിടിച്ച് മിഴികൾക്കുള്ളിലെ പൊയ്കയിൽ നീന്തമീ കൊടിയടയാളങ്ങൾ. മത്സ്യമാണ് കാമദേവൻ്റെ, അത് എനിക്ക് വേണം. അതാ പറഞ്ഞു, അവിടെയാണ് ഒരു കാമുകൻ്റെ ധിക്കാരെന്ന് പറയാൻ പറ്റില്ല, അതൊരു കോൺഫിഡൻസാണ്. കാമദേവനെ തോൽപ്പിച്ച് നീ നേടിയെടുത്ത നിൻ്റെ കണ്ണിലെ മീനാണല്ലോ അദ്ദേഹത്തിന് കൊടിയടയാളം. കണ്ണിൽ മീൻ ഓടുന്നുള്ള, അതെനിക്ക് വേണം
എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് മറിച്ചുകൊണ്ട് ആലസ്യമൊക്കെ ഉണ്ട്. സൂര്യകാന്ത കൽപ്പടയിൽ ആര്യപുത്രൻ്റെ നിൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ സ്വയം പ്രഭേ സന്ധി കിടക്കുകയാണ്. ശൃംഗാരകാവ്യ കടാക്ഷങ്ങൾ കൊണ്ട് നീ അവൻ്റെ നോട്ടം ശ്രീമംഗലയായി. പൂക്കളുടെ മണമേറ്റ് പുരുഷൻ്റെ ചൂടേറ്റ് പൂണാരമണിയാറായി കാറ്റ്. അപ്പം അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ലൈറ്റ് കാറ്റേ കടലേ കയ്യെത്തുമെങ്കിൽ ആ കൽവിളക്കും തിരിത്താട്ട് എനിക്ക് കഴിയും എന്ന് പറയുന്ന ഒരു ആലസ്യമുണ്ട്. മറ്റതുകൊണ്ട് കാര്യം അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഞാൻ. ആ സമൂഹത്തിലെ മനുഷ്യകുലത്തിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ. അതാണ് എനിക്ക് മരണമില്ല വെച്ചാൽ വയലാറിന് മരണമില്ല അല്ല, മനുഷ്യന് മരണമില്ല. അതതിൻ്റെ കാര്യം. മനുഷ്യത്വം അവിടെയാണ് ഈ മനുഷ്യ മതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഇത് വരുന്നത്. അവനെവിടെ ചീത്തയായി തുടങ്ങുന്നു ഇപ്പോഴും നടക്കുകയല്ലേ. ദൈവം തെരുവിൽ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പ്രത്യക്ഷമായിട്ട്. ഇനി അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമോ? ചെകുത്താൻ ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആയില്ല. ഞാനത് മനോരമയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഞാൻ പൂരിപ്പിച്ചതൊക്കെ 2 ആദ്യം എഴുതി. അപ്പം പടമൊന്നും ഇറങ്ങിയില്ല. അത് തുടക്കത്തിലേ അതങ്ങ് പോയി. മനുഷ്യൻ ജയിച്ചു, മതങ്ങൾ തോറ്റു, മഹാപ്രപഞ്ചം കണ്ട് ചിരിച്ചു. മനുഷ്യൻ ജയിച്ചു, മതങ്ങൾ തോറ്റു. അങ്ങനെ ഒരു പിന്നെ നമ്മൾ പറയില്ലേ ഒരു പ്രോഫസി. ഇതും അങ്ങനെയാണല്ലോ. 72 എഴുതുമ്പം 71 എഴുതുമ്പം ഇപ്പോഴും നടക്കുന്നു. ഇത്രയും കൊല്ലം കഴിഞ്ഞു. ഇതും അത് തന്നെ. എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഇവിടെ അതവിടെ വെച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് വേറെ എഴുതി മനുഷ്യൻ തോറ്റു, മതങ്ങൾ ജയിച്ചു, മഹാപ്രപഞ്ചം കണ്ടു കരഞ്ഞു. അപ്പോൾ മനുഷ്യത്വത്തോടുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് വളരെ 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 കൂടുതൽ. അതുകൊണ്ടാണ് എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരെ അവർക്ക് വേണ്ടി ഇപ്പം മറ്റേ പാട്ടുണ്ടല്ലോ, മനസ്സിൻ്റെ ചെപ്പിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും പവിഴവും പെറുകി. നമ്മൾ കല്ലിടം കൊന്നിക്കൊണ്ട് എറിയുമല്ലോ. മഹിഷിയെ കൊന്ന സ്ഥലമാണ്. ചുമ്മാ അവിടെ ഒരു യുദ്ധം നടന്നു. മഹിഷി അയ്യപ്പൻ തോപ്പിച്ചു. അയ്യപ്പനെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. പുറകെ അതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലായിടത്തും ചിലരും എന്തിനാണ് കല്ലെറിയുന്നത് ഇത്ര. പക്ഷെ മനസ്സിൻ്റെ ചെപ്പിൽ നിന്ന് ആദ്യത്തെ കല്ലെടുക്കണം. കല്ലല്ല, അത് പവിഴവും കനവും. നമ്മളിലെ മഹിഷി എന്നുള്ള എന്തെങ്കിലും എലമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ കളയാണ്. കനക അതാണ് ഭക്തി വ്രതം എടുത്ത് പോകുമ്പം അവിടെ ഉള്ളത് കനകവും പവിഴവും, വെറും കരിങ്കലല്ല എന്ന് പറയുന്ന ഭക്തിയുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു തലമുണ്ടല്ലോ. അത് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടായി. തിരിച്ചറിയുക, ചുറ്റുമുള്ളവനെ കുറിച്ചുള്ള തിരിച്ചറിയുക. ഒരു ഭക്തിഗാനം എഴുതുമ്പോൾ ഒരു നല്ലൊരു ഭക്തനെ ഓർത്താണ്, നല്ലൊരു ഭക്തന്. അതേപോലെ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാനൊക്കെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പലതരത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാമായണത്തിനെയും ഉള്ളിൽ പോയിട്ട് ഫിലോസഫിക്കലായിട്ട് പുതിയ കാലഘട്ടത്തിൻ്റെ വായന, ഇപ്പോൾ രാവണപുത്രിയും താടക എന്ന രാജകുമാരിയും ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മളും ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലേ, ആ പെണ്ണിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലേ എന്ന് പഠിക്കാൻ. അത് അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞതുകൊണ്ട് യക്ഷി എന്നുള്ള സങ്കല്പം, യക്ഷി ഒരിക്കലും ഒരു ക്രൂരയോ, യക്ഷി സുന്ദരി. അതാണ് ശരിക്കും ഗന്ധർവൻ്റെ കാമുകി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗന്ധർവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആ സൗന്ദര്യമാണ് കുടുംബത്തിൻ്റെ ചോര ഒളിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് കറണ്ടുമില്ല, വിളക്ക് മാത്രമേ ഉള്ളൂ. സന്ധ്യ കഴിഞ്ഞ് പല വഴിക്കും പോകുന്ന വിടന്മാരുടെ ഉള്ളവരും നല്ലവരുണ്ട് കേട്ടോ. അവർ പോകുന്ന വഴിക്ക് ഒരുങ്ങി നിൽക്കുന്ന മിടുക്കികളുണ്ട്. വെള്ളസാരി, കരിയിരുട്ടല്ലേ, വെള്ളസാരി ഉടുത്താലേ കാണുള്ളൂ. നല്ല പൊട്ടോക്ക് തൊട്ട് നിൽക്കും, വിളിക്കും. ഇപ്പോൾ വൃശ്ചിക പെണ്ണെ, വേളിപ്പെണ്ണെ, വെറ്റിലപ്പാ കൊണ്ടോ, വെറ്റില ചെറിയാണെന്നത്തെ ലഹരി, വേറൊന്നുമില്ല. ഇല്ല ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ വെറുതെ കിട്ടിയതല്ലേ, പരശുരാമൻ നേടി കൊടുത്താണല്ലോ, ഒന്നും അധ്വാനം ഉണ്ടാക്കിയതല്ലോ. എഴുതി കൊടുക്കും. 20 ഏക്കർ 40 ഏക്കർ ഇങ്ങനെ 10 തവണ പോയി വരുമ്പോഴത്തേക്ക് കുടുംബത്തിൻ്റെ ചോര കുടിക്കുന്നവളാണ് യക്ഷി. പക്ഷെ അവൾ സുന്ദരിയായിരിക്കും. അവൾക്കേ പറ്റുള്ളൂ ഒരാളെ പാട്ടിലാക്കാൻ. നമ്മൾ പറഞ്ഞ മറ്റേ മുടി കൊഴിഞ്ഞോളും, അവർക്കൊന്നും ഒരാളെ പാട്ടിലാക്കാൻ പറ്റുന്നതല്ല. സുന്ദരിയാണ് യക്ഷി. അപ്പോൾ താടക സുന്ദരിയായിരുന്നു, അതിമനോഹരിയായിരുന്നാണ്. രാമന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. അല്പമെങ്കിലും ഒരു പൗരുഷമുള്ളൊരുത്തിനാണെങ്കിൽ ഒരു സൗന്ദര്യത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രണയത്തിൽ പിന്നെ അല്ല സ്വാഭാവികമല്ലേ. എനിക്ക് തോന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരോട് എന്ത് തോന്നാൻ പാടില്ല എന്ന നിയമം. വ്യാകരണമില്ലാത്ത സ്നേഹമാണല്ലോ പ്രണയം, അല്ലേ? ഒരു വ്യാകരണമില്ല. 1+1 2 എന്ന് പറയുന്ന കണക്കുമില്ല, വ്യാകരണമില്ലാത്ത. അത് ആർക്കും എന്ത് വേണമെങ്കിലും ഏത് ഭാഷയിലും നമുക്ക് എഴുതിച്ചാൽ. എൻ്റെ ഹെൽപ്പിന് അസലൊരു പാരഡി എഴുതുന്നുണ്ട്. അത് ഇതിനേക്കാൾ നല്ലതാണ് കേട്ട് കഴിഞ്ഞാൽ. ഈ ഭ്രാന്താണല്ലോ എഴുത്തെന്നൊക്കെ പറയുന്നു. പകുതി ഭ്രാന്താണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.